അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ രാഷ്ട്രീയം തിരഞ്ഞെടുത്തത് രാഷ്ട്രീയം തന്നെ അത്രയേറെ സ്വാധീനിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെയാണ്. സഞ്ചരിച്ച് പരിചയിച്ചിട്ടില്ലാത്ത പാതയും അണിഞ്ഞു പഴക്കമില്ലാത്ത വേഷവുമാണ് എങ്കിലും കുസുമം ടീച്ചറിന് രാഷ്ട്രീയം ഒരു പുത്തരിയായിരുന്നില്ല. സ്കൂൾ കാലഘട്ടത്തോളം പഴക്കമുണ്ട് ടീച്ചറിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആദ്യ ഓർമ്മകൾക്ക്. അന്ന് തന്റെ വീട്ടുമുറ്റത്ത് പതിവായി കാണുന്ന കാഴ്ചയായിരുന്നു പരാതികളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമായി വരുന്ന കുറേ മുഖങ്ങളും, മറുവശത്ത് അതെല്ലാം ശ്രദ്ധയോടും ഉത്തരവാദിത്തോടും കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്ന തന്റെ പപ്പയും. പപ്പ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് തിരിച്ചറിഞ്ഞത് സഹായം ചോദിച്ചു വരുന്നവരുടെ നന്ദി വാക്കുകളിലൂടെയാണ്. അന്ന് മനസ്സിൽ കുറിച്ചു, രാഷ്ട്രീയം ഒരു സേവനമാണെന്ന്, തന്റെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയുള്ള സേവനം. വളരെ വ്യക്തവും ശക്തവുമായ അഭിപ്രായങ്ങളും നിലപാടുകളുമുള്ള ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്ന പപ്പയിൽ നിന്ന് കിട്ടിയ സ്വാധീനമായിരിക്കാം പിന്നീട് കലാലയ ജീവിതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുവാനും അവിടെ സജീവമായി പ്രവർത്തിക്കുവാനും ടീച്ചറിനെ പ്രേരിപ്പിച്ചത്. പിന്നീട് കുടുംബവും അതിനുശേഷം അധ്യാപന ജീവിതത്തിലേക്കും പ്രവേശിച്ചപ്പോൾ ഭൗതികമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാധിച്ചില്ലെങ്കിലും രാഷ്ട്രീയം എന്നും ടീച്ചറിനെ സ്വാധീനിക്കുന്ന ഒരു മേഖല തന്നെയായിരുന്നു. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയപരമായ പല കാര്യങ്ങളും സൂക്ഷ്മമായ നിരീക്ഷണവും വ്യക്തമായ ധാരണയും എന്നും ടീച്ചറിനുണ്ടായിരുന്നു. 20 വർഷത്തിലേറെ ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെയാണ് തന്റെ സ്കൂളിനും കുട്ടികൾക്കും വേണ്ടി ടീച്ചർ പ്രവർത്തിച്ചത്. അവിടെ ജാതിയോ മതമോ നിറമോ അവരുടെ സാമ്പത്തികമോ ഒന്നും ടീച്ചറിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നില്ല. അന്ന് സ്കൂളിന്റെ ഉന്നമനം ആയിരുന്നു ടീച്ചറിന്റെ ലക്ഷ്യമെങ്കിൽ ഇന്ന് ഈ നാടിന്റെ വികസനവും. കുസുമം ടീച്ചർ എന്ന് എല്ലാവരും വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന കർമ്മല കുസുമം ടീച്ചറിന് തന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ഈ യാത്രയിൽ എല്ലാ ആശംസകളും നേരുന്നു.